പറഞ്ഞോളൂ. അതെ, കടമനിട്ട രാധയുടെ മാനേജറാണ് രാജു. 8-ാം തീയതി പരിപാടിയോ? അയ്യോ, 8-ാം തീയതി കച്ചേരി തരാൻ പറ്റില്ല, നമുക്ക് പരിപാടി ഉണ്ടെന്ന്. ഇന്ന് തന്നെ ഇവിടുത്തെ പരിപാടിയുടെ സ്പോൺസർ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നതേ. ഓ, പഴയ കാതികനൊക്കെ തന്നെയായിരുന്നു ഞാൻ. അതിനിപ്പോ ഞാൻ വേണം എന്റെ കഥാപ്രസംഗം 8-ാം തീയതി അവിടെ നടത്താണോ? എടാ, ഞാൻ ഉയരും കൊണ്ട് നടക്കുന്നതിനൊക്കെ ഒട്ടും പറ്റുന്നില്ല. സ്വാമിനാഥ പരിപാട്ട സുമാ. ടാറ്റാ സുമേ, നിന്റെ ഈ ടാറ്റാ സുമ കാരണമാണ് പല പരിപാടിയും പോണത്. ചേട്ടാ, നമുക്കേ അടുത്ത ആഴ്ച ബാലരാമപുരത്തല്ലേ ചേട്ടാ നമ്മുടെ പരിപാടി? അതെ, ബാലരാമപുരം. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തല്ലേ നമുക്ക് ഫ്ലെക്സ് വെക്കാനുള്ളേ? ഇതിപ്പോ ആറ്റിങ്ങ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മുടെ ഫ്ലെക്സ് വെച്ചേക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, അത് ഫ്ലെക്സ് അല്ല, ലുക്കൗട്ട് നോട്ടീസ്. നിന്നെ എവിടെ വെച്ച് കണ്ടാലും പോലീസ് പിടിച്ച് കൊടുക്കായി. എന്തിന്? നിന്റെ ടാറ്റാ സുമയ്ക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഈ പരിപാടി കാണാൻ പറയുന്ന പയ്യന്മാർ മുമ്പ് നീ എന്തിന് എന്റെ നമ്പർ കൊടുക്കുന്നു? ചേട്ടാ, പരിപാടി പിടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ചേട്ടന്റെ നമ്പർ കൊടുക്കുന്നത്. അയ്യോ, പരിപാടി പിടിക്കാനല്ല. ഒരുത്തൻ 12:30 എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നേ, കുട്ടാ നീ ഉറങ്ങികൂടാ? ചക്കര നീ എന്ത് ഡ്രസ്സാ ഇട്ടേക്കുന്നത്? ഒരുത്തൻ വീഡിയോ കോളിൽ വിളിച്ചിട്ടേ 10 ഉമ്മ. എന്തുവായാലും എന്റെ പരിപാടി അടിപൊളിയാണല്ലോ. നിന്റെ പരിപാടിയാ, എന്റെ കടം വായന ഉള്ളതുകൊണ്ട് നിന്റെ പാട്ട് കയറി പോണ്. മധുവേ, നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെയാണ്, ശരിയാണ്, എല്ലാരും മദ്യപിക്കും. പക്ഷേ മനുവിന് മദ്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 2 പെഗ്ഗിലധികം അവന് കൊടുക്കാൻ നിൽക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, അവൻ വിഗ്രഹം എടുത്ത് അവന്റെ വീടിന്റെ അടുക്കളയെ കൊണ്ട് വെക്കും. പിന്നെ നമ്മൾ എല്ലാരും കൂടി അവന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. അറിയാലോ, അവന്റെ അച്ഛന്റെ കയ്യിൽ അർച്ചനയ്ക്ക് എങ്ങാനും കൊടുത്താനുള്ള പരിപാടി. അവന്റെ അച്ഛൻ ആ പൈസയും കൊണ്ട് എവിടെയെങ്കിലും പോവും. അപ്പൊ വിവരയിൽ തന്നെ ഓടിയെത്തും. കേട്ടാ, ഞാൻ വിളിക്കാം നിന്നെ. സാറേ, നമസ്കാരമുണ്ടേ. നമസ്കാരമുണ്ട്. ഞാനാണ് ഈ കടം വായിക്കുന്നതേ. കടം വാങ്ങിക്കൊന്നുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കൃത്യസമയത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. കാരണം എന്താണെന്നറിയാം, ഇല്ലെങ്കിൽ ഈ കടം തരുന്നവൻ ബുദ്ധിമുട്ടിലാവും. മാത്രമല്ല, ചിറക്കിട്ട് കുത്തുകയും ചെയ്യും. എന്റെ പൊന്ന് സാറേ, അതല്ല, പിന്നെ ഞാനാണ് രാജു രാധേ. എന്റെ പൊന്നേ, ഞാനിത് അമർ ചിത്ര കഥയിലേ കണ്ടിട്ടുള്ളൂ. എപ്പോഴും നിങ്ങൾ വളർന്നത് ഇത്. മറ്റേ കക്ഷി എങ്ങനെയുണ്ട്? കുപ്പി കെട്ടുന്ന ഒരു കക്ഷി ഉണ്ടല്ലോ, മറ്റേ ഒരു പന്തള്ള ഇങ്ങനെയൊക്കെ വെച്ചോണ്ട് നടക്കുന്ന, ഒരു മുള്ളം പന്തൊക്കെ കൊണ്ട് കിടക്കുന്ന, പെറോട്ടയുടെ മാവ് പിടിച്ച് ഇങ്ങനെ വിട്ട വീ കണക്ക് വരുന്ന ശരീരമുള്ള ഒരു കക്ഷി. സാർ, ഞങ്ങൾ പ്രശസ്ത ഗായകരോ? കടമ്പനാട്ട് രാജുവും രാധേ. എന്റെ പൊന്നേ, ഞാൻ നിങ്ങളുടെ വലിയ ഒരു ആരാധകനാണ്. എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചത് നിങ്ങള്? വളരെ സന്തോഷം കേട്ടോ. സാർ, ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ? അമ്മാവനുണ്ട്, പാട്ടിന് പോയേക്കുവാ. അപ്പൊ നമ്മളെ പോലെ തന്നെ കലാകാരനല്ലയോ? അല്ലെന്ന്, ഫാഷൻ ടി വി കണ്ടോണ്ടിരുന്നു. എന്നിട്ട് ഭയങ്കര കൊതിയാണ് ഫാഷൻ ടി വി കാണുമ്പം. ഞാൻ കലത്തിന് എറിഞ്ഞു കൊടുത്ത് അന്ന് പാട്ടിനിറങ്ങി പോയതാണ്, ഇതുവരെയും വന്നില്ല. പിന്നെ രാധയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും, ഒരു പട്ടിയും 4 കോഴിയുണ്ട്. ഈ വിദ്യാഭ്യാസമൊക്കെ? ഓ, ഡിഗ്രി കഴിഞ്ഞ് നല്ലോണം പഠിക്കുന്ന പെണ്ണായിരുന്നു കേട്ടാ. പക്ഷെ സാമ്പത്തികം പ്രശ്നമായതുകൊണ്ട് പഠിത്തം അങ്ങനെ നിന്നു. കല്യാണം നോക്കുന്നുണ്ട്. 23 വയസ്സ് കഴിഞ്ഞ ജാതകത്തിന് ഭയങ്കര കയറ്റമെന്നാ പറഞ്ഞ. ഈ രാധയ്ക്ക് കച്ചേരിക്കിടയിലേ ഈ കടമടിക്കുന്ന ആളില്ലെങ്കിൽ പറ്റൂ? കച്ചേരിക്ക് കടമില്ലാതെ പറ്റത്തില്ല സാറ്. പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ഈ പച്ച തത്ത ഇവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. അല്ല, അങ്ങനെ പറയരുത്. എന്ത്? ഇവളെ ഫസ്റ്റ് പാട്ടിന് എന്റെ ഒരു കടമടിയുണ്ട്. ഏതാ ഫസ്റ്റ് പാട്ട്? ഏതാ? കമലനടത്തിലൊരു പാട്ടാണ്. ഏതാ? സുഹുമോത്തമാ സുസുക്കി സുസുക്കി. സുസുക്കിയല്ല, ഹീറോ ഹോണ്ട ബൈക്കിന്റെ ഒറ്റക്കണ്ണം ബൈക്ക്. അല്ല, ബാക്കിയുണ്ട്. വേറെ? സൂര്യചന്ദ്രന്മാർക്ക് പപ്പടമില്ല. പപ്പടം ഇല്ലേ? പപ്പടം ആരെടുത്തോണ്ട് പോയി? പപ്പടം ആരെടുത്തോണ്ട് പോയടാ? അത് ഞാൻ കല്യാണമൊക്കെ തീരുമാനിച്ചു വെച്ചേക്കുവാണല്ലേ? ചെക്കൻ എങ്ങനാ? അയ്യോ, അത് അറിഞ്ഞൂടെ? ബാക്കിൽ കുറെ വാല്, ഇവിടെ കുറെ പൂവുണ്ട്. എന്നിട്ട് ഇങ്ങനെ പോവും. എന്തോ ചിക്കൻ എങ്ങനാന്ന് വെച്ച്? ചിക്കൻ എങ്ങനെയാന്നാണോ ഞാൻ ചോദിച്ചത്? രാധ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കൻ എങ്ങനാന്ന്? ചെക്കൻ വക്കത്തുനിന്നൊക്കെ മാറിയിരിക്കാൻ പറയണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ചരിഞ്ഞിഞ്ഞ് വന്നു കഴിഞ്ഞാൽ താഴെ വീണ ഞാൻ കല്യാണം കഴിക്കണ്ടേ രാധേ? അയ്യോ, വക്കം പറയുന്നതേ അതൊരു സ്ഥലമാണ്. അവിടെ കായലൊക്കെ ഉണ്ട്. എന്നാ പോയി എടുത്ത് ചാടിക്കോട്ടെ അങ്ങോട്ട്. കായലൊക്കെ ഉണ്ടെന്ന്. ചേട്ടന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? അതൊരു വലിയ കഥയാ. ഞാനൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു കേട്ടോ. രാധ കേൾക്കണം. ആദ്യ രാത്രി ഞാനും അവളുമായിട്ട് സംസാരിച്ച് കൊഞ്ചിരിക്കുന്ന സമയത്ത് എന്റെ മുറിയിലെ ഒരു ഫോട്ടോ കണ്ടോണ്ട് അവള് പറയുകയാണ്,
മുത്തശ്ശൻ പട്ടാളത്തിലാണല്ലേ? ഞാൻ പറഞ്ഞു ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്, ഇനി മേലാൽ എന്റെ വീട്ടിൽ കാണരുതെന്ന് പറഞ്ഞു. വയലുവാരം സാരിയും പൊക്കി പിടിച്ച് അവൾ ഓടി. അതെ, അത് മോശമായി പോയി. പിന്നെ മുത്തച്ഛൻ പട്ടാളം എന്ന് പറഞ്ഞാൽ എന്തിനാ ഇറക്കി വിട്ടാ പെണ്ണിനെ? പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ കാണിച്ചു. അവള് മുത്തച്ഛൻ പട്ടാളോ ആണെന്ന് ചോദിച്ചാൽ ഞാൻ വെച്ചോണ്ടിരിക്കണോ അവളാണ്. ഓടടി പറയും ഞാൻ. പിറ്റേ ദിവസം ഒരു വണ്ടി ആളാ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയത് അറിയോ? അടിക്കാനാ? അവൾ അച്ഛനെയും കൊണ്ട് വന്നേക്കുവാ. അച്ഛൻ ഇറങ്ങി വന്നിട്ട് പറയുള്ളൂ, മരുമോനെ മോക്കൊരു അബദ്ധം പറ്റിയതാണ്, ആളെ ഞാൻ പറഞ്ഞോ മതിയാന്നു. ഞാൻ പറഞ്ഞു മതി. സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ നോക്കിയിട്ട് പറയുവാണേ, മേജർ രവി അല്ലേന്ന്. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടോ ഞാൻ? നല്ലതുപോലെ മൂളുന്നുണ്ടല്ലോ രാധേ. ഞാൻ അറിയാൻ വേണ്ടി പറയുക, നിങ്ങൾ രണ്ടുപേരും അറിയാൻ വേണ്ടി പറയുക. ഞാനും ഇടയ്ക്കിടയ്ക്ക് മുള്ളും. അയ്യോ, ഡോക്ടറെ കാണിക്കണം കേട്ടോ. എന്താ ഈ ഇടയ്ക്കിടയ്ക്ക് മുള്ള സ്വഭാവേ? മുള്ളുന്ന സ്വഭാവം? ഓ, മൂളോന്നാണ് ഞാൻ പറഞ്ഞത്. കൊച്ചിലെ അമ്മ എന്നെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി ഓരോരോ രാഗങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ എല്ലാം ഞാൻ ഇങ്ങനെ ഹൃദ്യമാക്കി. മോഹനം പാടുവോ? മോഹനം പാടോന്നറിഞ്ഞൂടാ. അവൻ ഈ കുളത്തിൽ കിടന്ന് നീന്തും, ഒറ്റ തോർത്തുകൊണ്ട് നീന്തുന്ന കണ്ടിട്ടുണ്ട്. അതല്ല രാഗം. അവൻ ഈ ഞരമ്പിന്റെ രോഗം ഉള്ളോണ്ടല്ലേ പെണ്ണുങ്ങളെ കടവിൽ കിടന്ന് ഇങ്ങനെ നീന്തുന്നത്. അല്ല, പന്തുവരാളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇവന് ഈ ഇടയ്ക്ക് വെച്ച് ഒരു ലോട്ടറി അടിച്ച് 5000 രൂപ. അത് കയ്യിലേക്ക് കിട്ടിയപ്പം ഷാപ്പിൽ പോയി കുടി, വലിയ മീൻ മേടിച്ച് തിന്നക്കം, പിന്നെ തെറിവിളി, അങ്ങനെയൊക്കെ ഉണ്ട്. സാറിത് ആരെ പറ്റി പറയുന്നത്? പന്തുവിളയെല്ലാം മുരളി അവന്റെ കാര്യമല്ലേ? നല്ല കുടുംബം തന്നെ കേട്ടോ, നല്ല കുടുംബം. എന്ത് കുടുംബത്തിന് എന്ത് കുഴപ്പം? നമ്മുടെ കുടുംബത്തിൽ എല്ലാരും കലാകാരന്മാരാ. അറിയോ? ആരൊക്കെ? അമ്മ വീണ, അച്ഛ ഉടുക്കു കൊട്ടും. അപ്പൊ അച്ഛൻ വീണ കഴിഞ്ഞാൽ അമ്മ ഗിത്താർ വായിക്കും? അതല്ലെന്ന്, അമ്മ വീണ വായിക്കുമ്പോ അച്ഛൻ ഉടുക്കു കൊട്ടും. ഓ, ഉടുക്കു കൊട്ടും. അങ്ങനത്തെ കുടുംബമാണ് നമ്മുടേത്. ഞാനും ഒരു വലിയ കലാകാരനായിരുന്നല്ലോ. ആണല്ലേ? ഞാൻ കാതികനായിരുന്നു. ഓ, അത് ശരി. നമ്മള് വേറെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? ഇവിടെ പാട്ട് പാടുമ്പോ അതിന്റെ കഥ വരികൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, പുതിയൊരു വെറൈറ്റി സാധനം. അത് ശരിയാ. പാടിക്കൊടുത്താണ്. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് രാധേ, കേട്ടോ. സാർ ഞാൻ പാടിക്കോട്ടെ സാറേ? പഠിക്കോളൂ, തീർച്ചയായിട്ടും. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൊരു നേവാ പുന്നാരം പുന്നാരം. ഈ ചിങ്കാരം തുറന്ന് വലിയൊരു കായ, അതിന് ഭയങ്കര വിലയാണ്. ഇത് പറിക്കാൻ ഈ കൊച്ച് കൂട്ടുകാരെ വിളിക്കുകയാണ്, വാ വാവോ. ചുണ്ടത്തി മണിപ്പതക്കം താ അമ്മാനം സമ്മാനം. അതായത് ഈ കുറുപ്പിന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ കുറുപ്പ് ഉറങ്ങും മാത്രം എടുക്കാവൂ, അല്ലെങ്കിൽ പ്രശ്നമാവും. കടം രാജു, ഓ ഒരു നിമിഷം ഒന്ന് വരാവൂ. രാധ കണ്ടിന്യൂ. കുന്നിക്കോളിരമ്പിളിയേ ചെല്ലച്ചെറു കുമ്പിളിൽ അമ്മമുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവോ വാവാവോ. അയ്യോ ചേട്ടൻ എന്താ മിണ്ടാത്തെ? ഇനി നാണോ മാനോ ഉണ്ടെങ്കിൽ അവ ഒരക്ഷരം ഉണ്ട്. ഒരു കൊച്ചു പാടിക്കൊണ്ട് ഇന്നപ്പം അങ്ങനെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ഞാൻ നല്ലൊരു കാതികനാണ്, അറിയാമോ? പഴയ ഒരു കാതികനാണ്. ഞാനേ സ്റ്റേജിൽ അഭിനയിക്കുകയല്ല, ഞാൻ ജീവിക്കണം. അവിടെ സ്റ്റേജിൽ നിന്ന് വിട്ടില്ലെങ്കിൽ എല്ലാരും അങ്ങനെ തന്നെ അവിടെ കിടന്ന് ജീവിക്കേണ്ടി വരും. അഭിനയിക്കുകയാണ് ജീവിതമല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ എന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്താണ്? ഒന്ന് പറഞ്ഞുകൂടെ? ഈ ചേട്ടനെ പാട്ടിന്റെ മാത്രമല്ല, കഥാപ്രസംഗം മാത്രമല്ല, ഇല്ലാത്തപ്പോ വേറെ ഒരു ജോലിയുണ്ട്. എന്താണ് ജോലി? കോഴി ഫാമിൽ പോയി കോഴിയെ കൊല്ലും. മനുഷ്യരല്ലെങ്കിൽ കോഴി. കഥ പറഞ്ഞു തന്നെയാണോ കൊല്ലുന്നേ? അതോ അല്ലാതെ കൊല്ലുവോ? എങ്ങനാ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതി? നമ്മൾ ലഞ്ച് മാത്രമേ കഴിക്കൂ. എങ്ങനാ? രണ്ട് സൈഡിലെയും ആ എമ്മ് കണക്കിരിക്കുന്ന പലക തട്ടിക്കളഞ്ഞിട്ട് കൊത്തിയിരിഞ്ഞാണോ കഴിക്കുന്നത്? എന്തോന്ന്? ബെഞ്ച് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞു. ബെഞ്ചല്ല, ലഞ്ച് മാത്രമേ കഴിക്കുള്ളൂ. ഓ, അങ്ങനെയുണ്ടല്ലേ? ഒരു ലിസ്റ്റ് തന്നായിരുന്നല്ലോ. സ്റ്റേജ് ലിസ്റ്റ്. അപ്പൊ അത് നമുക്ക്, അതായത് നമുക്ക് 2 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു STD ബൂത്തിന്റെ ഒരു സ്റ്റേജിന്റെ പിറയിലായിട്ട് വേണമെന്നാണോ ഉദ്ദേശിച്ചത്? സ്റ്റേജിന്റെ പിറയിൽ വേണം. അതില്ല. അല്ലെങ്കിൽ 2 പേർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു മരത്തിന്റെ പൊത്തെങ്കിലും മതിയാണ്. ഇല്ലല്ലേ, ഇത് രണ്ടും ഇല്ല. സ്റ്റേജ് ലിസ്റ്റിൽ ഇതൊന്നും ഇല്ലല്ലോ. അല്ല, എന്നാ പരിപാടി നടക്കൂല. പരിപാടി ക്യാൻസൽ. അയ്യോ, നിങ്ങൾ എന്റെ നാട്ടില് അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി അവതരിപ്പിച്ചിട്ട് എവിടെ നിന്ന് പോകും? ഇത് രണ്ടും നമ്മൾ പരിപാടി എടുത്തിട്ട് കാര്യമുണ്ട്. നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? നിങ്ങൾ സേഫ്റ്റിയാ? സാർ അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അടുത്ത ആഴ്ച ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന മനുഷ്യനായത്. സിനിമയുടെ ആളായിരുന്നു.
ദൈവമേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പെട്ടെന്നുള്ള ഇതില് ഞാന് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞൊരാളാണ് ഞാൻ. ഞാന് ചെന്നൈയിൽ ആരാ പറഞ്ഞു സിനിമയിൽ ചെന്ന അഭിനയിക്കാന്ന് പറഞ്ഞ്. അവിടെ ചെന്നപ്പോ ഒരാൾ പറയുക എറണാകുളത്തേക്ക് സിനിമ ആയിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്ന് എറണാകുളത്ത് വന്ന് ചാൻസ് ചോദിക്കാൻ ഒരാളടുത്തും ഇല്ല. ഇനി ഈ പറന്നു കിടക്കുന്ന കാക്കയുടെ അടുത്തും കുഴിച്ചിട്ട പോസ്റ്റിന്റെ അടുത്തും മാത്രമേ ചാൻസ് ചോദിക്കാവുള്ളൂ. എല്ലായിടത്തും ചാൻസ് ചോദിച്ചു. സിനിമയിൽ ഞാൻ പഴയ മിമിക്രിയാ കേട്ടോ. ഒന്ന് കാണട്ടെ. അല്ല, നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലോ. കാരണം വേറൊന്നുമല്ല, നിങ്ങളൊരു പരിപാടി അവതരിപ്പിക്കാൻ എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ മിമിക്രി ചെയ്യുന്നത് ശരിയാണോ? നമുക്ക് ഈ വെടിക്കെട്ടൊക്കെ പണ്ട് നമ്മൾ ചെയ്തോണ്ട് അത് എപ്പോഴും വരണമെന്നില്ലല്ലോ. നമുക്ക് ഒരു അവസരം കിട്ടുമ്പോ നമ്മുടെ കലകൾ നമ്മൾ ചെയ്യണം കേട്ടോ. അല്ല, എന്താ അവിടെ കാണിച്ചത് ഇപ്പൊ കേട്ടത്? ഓ, എന്താണ് കേട്ടത്? വെറുതെ ഒരു മാലപ്പടക്കം പൊട്ടിത്തീരുന്നൊരു സാധനം അവസാനമായിട്ട് ഇട്ടതാ. അത് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി. എടാ, എന്റെ സിനിമയ്ക്ക് ഈ മിമിക്രി ഒന്നും അല്ല വേണ്ടത്. പിന്നെന്താണ് സാർ? എന്റെ സിനിമയുടെ പ്രധാന 2 കഥാപാത്രങ്ങള് ഒരു കുരങ്ങച്ചനും ഒരു കുരങ്ങമ്മയും. അതെ, ഒരു നിമിഷം. ഈ കുരങ്ങച്ചന്റെ വേഷമൊക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും സംഭവം? അയ്യോ സാറേ, അത് ഈ പുറകിൽ വാലൊക്കെ വെച്ച് മുഖം ഉമ്മനൊക്കെ ആക്കി സാറിന് അത് വൃത്തികേടായിരിക്കും കേട്ടോ. അത് വേണ്ടല്ലേ? വേണ്ട സാറേ. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പ്രൊഡക്ഷനിലെ ഫുഡിലെ പയ്യന്മാരടുത്ത് ഒരു കരിക്ക് വെച്ച് കഴിഞ്ഞാൽ അവന്മാര് പറയും അടുത്ത് കുടിക്കാൻ. അല്ലേ, കുരങ്ങിന്റെ വേഷം വേണ്ടല്ലേ? വേറെ എന്തെങ്കിലും വേഷം ഉണ്ടോ സാറേ? വേറെ ഒരു പെരുമ്പാമ്പന്റെ വേഷമുണ്ട്. യോ, വെറുതെ കിടന്ന് എഴയേണ്ടി വരും. വേണ്ട. അല്ല, അതിനകത്ത് വേറെ ടിസ്റ്റ് ഉണ്ട്. എന്താ സാർ? ഈ പെരുമ്പാമ്പിന് ലിവർ സിറോസിസ് ആണ്. ഭയങ്കര കഥ തന്നെ ഇത്. എഴഞ്ഞു വരുന്ന പെരുമ്പാമ്പിന് ലിവർ സിറോസ. ഇതെങ്ങനെ ഇത് കഥ എഴുതിയത്? ഞാൻ 2 ഹോട്ടലിനാണ് കഥ എഴുതിയത്. ഹോട്ടലിലാ? അല്ല, ഹോട്ടലിൽ ഇരുന്ന കഥ എഴുതിയത്. ആ, ഹോട്ടലിൽ ഇരുന്നാണ് കഴുത എഴുതിയത്. ഒരു കോൾ ഉണ്ട്, ഒരു നിമിഷം. വിളിച്ചു. ഹലോ, ആണല്ലേ? ഓ, അങ്ങനെ ഉണ്ട്. ശരി ശരി ശരി. രാജു രാധ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സാറേ? അമ്പലത്തിന്റെ പരിപാടി ക്യാൻസലാണ്. വേറൊന്നും കൊണ്ടല്ല, അവിടെ അടിയുണ്ടായി. നേരത്തെ പറഞ്ഞ മനു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. മദ്യപിച്ച് അവൻ വിഗ്രഹം എടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുവച്ച്. അപ്പൊ നമ്മളെ പരിപാടി അവന്റെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. രാജു രാധ ബായ് അമ്പലത്തിലേക്ക് ചെല്ലണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.